ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായി വിചാരിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നനച്ചുൾപ്പണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റോർ റൂമാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു ടോപ്പ് കാണിച്ചു തരാണ് കേട്ടോ. ഈ ടോപ്പ് നമ്മളെ കയ്യിലുണ്ടായിരുന്ന മാക്സിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ മാക്സ് മെറ്റീരിയൽ ഇറക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് അത് എടുത്ത് വെച്ചിട്ട് അങ്ങനെ പഠിച്ച് ഏതായാലും പെട്ടെന്നൊരു സൂപ്പർ ഓരോ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്കിന്നിപ്പോൾ ഇത് നാളെ ഇതിടണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ തലേന്ന് രാത്രി കുത്തിയിരുന്ന് വെട്ടി അടിച്ചുണ്ടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ മാക്സി ഞാൻ ഇടലില്ല. അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് ചുരിദാർ അടിക്കാനാണെങ്കിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കാണും അടിച്ച് നോക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരു ടോപ്പിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഒരു കഷ്ണം പോലും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. അല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മാക്സി തുണി 3 മീറ്റർ ഇല്ല, 290 ഈ ഒരു തുണി ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഓപ്പൺ ഇല്ലാത്തൊരു ടോപ്പാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ ഞെറിവ് കൊടുത്തിട്ട് ബലൂൺ മോഡലുള്ള കൈയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ മുന്നിലും ബാക്കിലും ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഷേപ്പായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ വെറുതെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചില്ല വെച്ചിട്ട് അങ്ങനെ അത് രസമായിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഞെറിവൊന്നും കൂടുതലായിട്ട് കയ്യിനിട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ള തുണിയൊന്നുമില്ല കേട്ടോ. എന്നാലും എനിക്കിഷ്ടമായി ആ ഒരു മോഡൽ അടിച്ച് വന്നപ്പോൾ കാക്കാക്കും നല്ലോണം ഇഷ്ടമായിട്ടാ. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇനി ഒന്നും കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നനച്ചുളിപ്പണിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെട്ടി വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെക്കട്ടെ. ഇനി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷം, നമുക്ക് മഗ്‌രിബിൻ്റെ ശേഷം പിന്നെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു നേരത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കൽ. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ച് തന്നിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ, 2 ചുരിദാർ മെറ്റീരിയലാണ്. കുഴപ്പമില്ല, ഇഷ്ടമായൊക്കെ ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം. ഇതിപ്പോൾ ഇതിക്ക് ലൈനിങ്ങും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല തുണിയാണ് കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും പറ്റുന്ന ഒരു സൈസ് തുണിയാണ്. പിന്നെ അങ്ങനത്തെ ചുരിദാറാണ്, കോട്ടൻ്റെ ചുരിദാറാണ്. ഇതൊക്കെ നല്ലോണം ഇഷ്ടമായി. നമുക്ക് വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ആയിക്കാരം. പിന്നെ ഇത് 3 പീസാണ് കേട്ടോ ഈ ഒരു ചുരിദാർ. എന്നാലും നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല സൈസാണ് കേട്ടോ. മറ്റേത് നമ്മളെ നമുക്ക് പുറത്തേക്ക് എടുക്കും ചെറിയ കുഞ്ഞ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പിന്നെ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ട് ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളെ കോഴിൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇന്ന് പുട്ടുക്ക് കാക്ക കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറിയാക്കി കൊടുത്തിട്ട് പിന്നെ അത് വെള്ളം വറ്റിച്ചുകൊണ്ട് നമ്മൾ ചോറ്റുക്കും ആക്കിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പുട്ടുക്ക് പഴയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേമ്പ് കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിച്ച് റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചാൽ ക്ലീനിങ്ങും നമ്മളെ ഡെയിലി ക്ലീനിങ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ നനച്ചിൽ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം, എക്സ്ട്രാ പണികളൊക്കെ എടുക്കാൻ നമുക്കൊരു സമാധാനമായിരിക്കും. അങ്ങനെ ഇതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താ പറയുക ചിക്കൻ്റെ പാർട്സ് ഇതൊക്കെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തൊടൂല കേട്ടോ. ഞാൻ ഇത് ഉപ്പും പുളി പോലും നോക്കിയിട്ടില്ല. പക്ഷെ കട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ഉമ്മയുണ്ട് ചെയ്ത് തന്നത്, ബാക്കി കുക്ക് ചെയ്തത് ഞാനുമാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. എങ്ങനെയൊക്കെ കണ്ടപ്പോൾ തീരും കൂട്ടാതായി. അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ ഉച്ചക്കത്തേക്ക് ചിക്കനും കൂടി പൊരിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിക്കലും ഒക്കെ റെഡിയാക്കി ഉച്ചക്കത്തേക്കുള്ളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചേരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റോർ റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നിറയെ സാധനങ്ങളാണ്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ. പാത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ എണ്ണട്ടിന് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതൊന്ന് ആട്ടിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ടിന്നും കാര്യങ്ങളൊക്കെ ഉണക്കി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഇതൊക്കെ പഴം പിന്നെ വീട്ടിലുണ്ടായുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. കൊത്തളങ്ങ അങ്ങോട്ട് എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല. ഓർക്ക് അന്ന് പെരുന്നാളാണ്. അപ്പോൾ അത് മൂടി വെച്ചതാണ്. എന്നാലും ഓരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമിൻ്റെ അവസ്ഥ അതാണ്. പിന്നെ ഇതൊക്കെ അടുക്കളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു അടുക്കളയ്ക്ക് ഒന്നാകെ സ്റ്റോർ റൂമിലത്തെ സാധനങ്ങളൊക്കെ ടേബിൾ മേലും റാക്കുമേലും ഇട്ടാണ്ട് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഈ ടിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണക്കി പിന്നെ മല്ലിയും മുളകും പിന്നെ അരിയൊക്കെ നമ്മൾ പൊടിയൊക്കെ പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് കഴുകിയിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടിന്നുകൾ ഇങ്ങനെ ഒന്ന് പുറം ഭാഗം ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. തുടച്ചെടുക്കണമെന്നില്ല, നമുക്ക് ആ ഒരു വെറുതെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ മുക്കാൽ ഭാഗം ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ഒരു നൻസിൽപ്പണിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഡിസോർഡറായി എടുക്കുക. ഇനിയിപ്പോൾ ഏതായാലും സ്റ്റോർ റൂം നന്നാക്കാനുള്ളതല്ല വിചാരിച്ചു ഞാൻ പിന്നെ ഓർഡറിൽ വെക്കാനും വേണ്ടി നിന്നിട്ടുമില്ല. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ടിന്നും കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും കഴുകാനില്ല കേട്ടോ. ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ച് വരി തുടച്ച് ഒന്ന് സെറ്റാക്കി വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെല്ലാ ഐറ്റംസ് ഇതാ നമ്മൾ ഇങ്ങോട്ട് വലിയ അടുക്കളയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നനച്ചുള്ളി പണി എന്ന് പറഞ്ഞാൽ പിന്നെ അടുക്കളയാണല്ലേ ഒരു സംഭവം. കുറേ ഇങ്ങോട്ട് എടുത്തേക്കും. പിന്നെ ഇവിടെ നന്നാക്കി നല്ല വൃത്തിയൊക്കെ എടുക്കുമ്പോഴേക്കാരും അടുക്കളത്തെ സാധനം മുഴുവൻ സ്റ്റോർ റൂമൊക്കെ എടുത്തേക്കുക, സ്റ്റോർ റൂമത്തെ സാധനം മുഴുവൻ അടുക്കളയ്ക്ക്, പിന്നെ വർക്കിന് അങ്ങനെ പൂച്ച കുട്ടികളായിട്ട് കൊണ്ടു നടക്കണമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് ലാസ്റ്റ് പിന്നെ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് ആയി കിട്ടുള്ളൂ, സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് അടുക്കളയൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോർ റൂമിൽ ഇങ്ങനെ പരന്ന് കിടക്കണമായിട്ട് തോന്നുന്നു. നമ്മളെ സ്റ്റോർ റൂമിൽ ഒറ്റ റാക്കുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും ഇത് മുഴുവൻ ഇപ്പോൾ ആ സ്റ്റോർ റൂമിലുള്ളതാന്ന് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാട്ടെക്കോ ഇതൊക്കെ ഇപ്പോൾ ആ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചതാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ കാരണം അതിനത്ര സാധനങ്ങൾ നമ്മളെ സ്റ്റോർ റൂമിൽ, നമ്മുടെ സ്റ്റോർ റൂം പിന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മളെ വർക്ക് ഏരിയനെക്കാട്ടി വലിപ്പമുണ്ട് നമ്മളെ സ്റ്റോർ റൂം. പിന്നെ നല്ല സൗകര്യമുള്ള സ്റ്റോർ റൂമാണ്. പക്ഷേ ഒറ്റ റാക്ക് വാർത്തിട്ടുള്ളൂ. ഒരു റാക്കും കൂടി ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു റാക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല, ചെറുതായിട്ട് ഒരു റാക്കും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോമ്പിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ അടുത്ത വീഡിയോയ്ക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 1-2 വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതോടുകൂടി നമ്മൾ നനച്ചുള്ളിപ്പണീൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കഴിയും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് ഇടാൻ. കാരണം നമ്മൾ മാക്സി തുണിയല്ലേ, നല്ല കോട്ടൺ തുണി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ചൂടത്ത് നല്ല സുഖമായിരിക്കും. ചൂടത്ത് നമുക്ക് ഇങ്ങനത്തെ കോട്ടൻ്റെ ഇതൊക്കെയാണ് അല്ലേ ഇടാനൊക്കെ ഒരു സുഖം. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റാക്ക് ഞാനൊന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഏപ്പ് ഉണ്ടാവുമല്ലോ, എന്താ പറയാനറിയില്ല, മനസ്സിലായെന്ന് വിചാരിച്ചിന്. ആ ഒരു ഭാഗം ഇങ്ങനെ കറുപ്പ് കളർ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ തുടക്കണോടത്തുനിന്ന് പിന്നെ ഒരു കമ്പി എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടാ. അപ്പോൾ കുറേ കണ്ട് പോയി. അപ്പോൾ അത് ആ കറുപ്പ് പിന്നെ എന്താ പറയുക വൈറ്റ് വാഷ് എന്നല്ല പറയല്, അത് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടുക്കിലൊക്കെ ഇട്ടെടുത്തിട്ട്. അതാണ് ആ ഒരു കറുപ്പ് കളറ്. പിന്നെ എനിക്ക് ഓടിയത് വെള്ള കളർ. ഇത് നമ്മളിവിടെ ഒട്ടിച്ച ടൈൽസുകൾ ബാക്കി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒട്ടിച്ചെടുത്തതാണ് റാക്ക്. അതുകൊണ്ട് തുടച്ചെടുത്താൽ നല്ല വൃത്തിയായി കിടക്കുകയും ചെയ്യും. അപ്പോൾ പല കളർ ടൈൽസാണ്. അപ്പോൾ അതിന്മേൽ വൈറ്റ് സിമെൻറ്റ് കൊടുത്തിട്ടുള്ളത് കറുപ്പാണ്. അപ്പോൾ അതാണ് ആ ഒരു കളറ്. അപ്പോൾ അതൊക്കെ തന്നെ ഞാനൊന്ന് വരുതി നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നിലം കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ആ ഒരു മോപ്പ് വെച്ചിട്ട് 2-3 ആദ്യം വെള്ളത്തോടു കൂടി തുടച്ച് പിന്നെ 2 പ്രാവശ്യം വെള്ളം നല്ലോണം പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിലത്തെ നിലഭാഗം അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ എക്സ്ട്രാ ഉള്ള ഒരു പീസ് വെച്ചിട്ടാണ് സ്റ്റോർ റൂമിൽ പതിപ്പിച്ചിട്ടുള്ളത്. അതാണ് 2 കളറായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ സ്റ്റോർ റൂമൊക്കെ ഒന്ന് ഉണങ്ങി റെഡിയായി
റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ടിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കേണ്ട ഒരു പൊറുതേടിനൊന്നും ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ട് ഇതാ നമ്മൾ സ്റ്റോർ റൂമിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങൾ പിന്നെ കഴുകാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ടിന്നും പാത്രങ്ങളും അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കഴുകി ഇതിൻ്റെ ഇടയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത്രയും പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വെച്ചിട്ടുള്ള ഈ പാത്രങ്ങളിലൊക്കെ കുരുമുളകാണ് 4-5 പാത്രത്തിലുണ്ട്. ഓരോരോ ടൈമിലായിട്ട് ഇങ്ങനെ കുരുമുളക് അങ്ങനെ പെറുക്കിയെടുത്ത് വെക്കണതാണ്. അപ്പോൾ ഞാൻ ഒന്നിക്ക് ഇട്ടിട്ടില്ല. ഇനി ഉമ്മാനോട് ചോദിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യല്ല വെച്ചിട്ട് അതേപടി അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴുകി വെച്ച ടിന്നുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അരി പച്ചരി ഒക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് നമ്മൾ അരി ബക്കറ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ വെക്കണ അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങൾ അതിലിട്ട് കണ്ടിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത്രയും പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ പിന്നെ കഴുകിയെടുത്തിട്ടുള്ളത്. ടിന്നും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എന്താ കഴുകുന്ന വെയിലത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഉണങ്ങി റെഡി ആയിക്കോളും. പിന്നെ ഇപ്പോൾ ഇതാ കഴുകിയെടുക്കുന്നത് നമ്മൾ അടക്ക പൊളിക്കണ കത്തിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക തുരുമ്പ് പിടിച്ച പോലെ. അപ്പോൾ അത് നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തുരുമ്പ് പിടിച്ചിക്കണം. അപ്പോൾ കുറേ ആയില്ല, നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ അല്ലേ അപ്പോൾ അത് എടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ടാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ചെടിച്ചട്ടിക്ക് അടിക്കുന്ന പെയിൻ്റാണ് കേട്ടത്. അപ്പോൾ അതൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരി പ്രസ് അതും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ കഴുകലില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കഴുകണത്. കാരണം അതിന് പുറത്തൊക്കെ തുടച്ചിട്ടും ഇങ്ങോട്ട് ചളി ഒരു പൊടിൻ്റെ അത് ഇങ്ങോട്ട് പോകണില്ല. അപ്പം ഞാൻ നല്ലോണം ആ ഒരു കമ്പിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പത്തിരി കല്ലുണ്ടല്ലോ, പത്തിരി പരത്തണ, ഇത് നമ്മളവിടെ മാർബിളിൻ്റെ പണി നടക്കുന്ന ടൈമിൽ അവരെ കൊണ്ട് വട്ടത്തിൽ കട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ, അങ്ങനെ പത്തിരിയൊക്കെ പരത്താനും വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വരെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം വേറെ ഒന്ന് സെപ്പറേറ്റ് നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്മേലാണ് കേട്ടോ പരത്തൽ. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. കാക്കാടൊക്കെ ഇത് വെച്ചിട്ട് ഇതിന്മേൽ പത്തിരിയൊക്കെ പരത്തലുണ്ട്. സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പത്തിരി പ്രസ്സുമ്മേൽ അമർത്തുക ചുടുക ഇതാണ് പരിപാടി. നമ്മൾ ഈ പത്തിരി പ്രസ് സൂപ്പറാണ് കേട്ടോ. നല്ലോണം പരക്കും, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഞാൻ പരത്താനും വേണ്ടി നിൽക്കലില്ല, അമർത്തലും ചുടലുമാണ്. അങ്ങനെ സ്റ്റോർ റൂമിലത്തെ 3/4 ഭാഗം പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വെക്കണ കൊട്ടുണ്ടല്ലോ, ഉള്ളിക്കൊട്ട എന്ന് പറയില്ലേ, അതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം പിന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്. തീരുമാനമാവാൻ നയിക്കണേ. ഏകദേശം ഇപ്പോൾ 8-9 കൊല്ലമായി നമ്മൾ ഉപയോഗിക്കണം. എന്നാലും കമ്പിക്കൊന്നും അതിനത്രയും കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉള്ളിയും കാര്യങ്ങളൊക്കെ മാറ്റി, ഉള്ളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അതൊക്കെ മാറ്റി ഇതാ നമ്മൾ കഴുകി അതും വെയിലത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെയിലത്തേക്ക് ഇതാ കഴുകി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ സ്റ്റോർ റൂമൊക്കെ ഇതാ നമ്മൾ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഇവിടെ സെറ്റാക്കി വെക്കണം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മൾ അടുക്കള ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി എടുക്കേണ്ടത്. കാരണം പൊടിമുട്ട എന്തായാലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ ടേബിളും റാക്കും ഒക്കെ തുടച്ച് അടുക്കള ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കസേരയും കൂടി ഒന്നാണ്ട് കഴുകി വെക്കാമെന്ന് കേട്ടോ. നമ്മൾ ഒരു ദിവസം തന്നെ ചടപടാച്ചിട്ട് മുഴുവനും പണിയും കാര്യങ്ങളും എടുത്തിട്ടില്ല, കുറേശ്ശായിട്ട് അങ്ങനെ എടുത്തുകയാണ്. മറ്റേതിപ്പോൾ അത് നമ്മൾ മെനക്കെട്ടിടുകയാണെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പണികളും തീർക്കാം. എന്തിനപ്പം അങ്ങനെ കുഴങ്ങി ഇടങ്ങാറായി ചാവി കെട്ട് പണിയെടുക്കണം. നമുക്ക് സമയം ഇഷ്ടം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10 ദിവസം വെച്ചിട്ടാണ് കേട്ടോ നനച്ചുൾ പണി തീർത്തിട്ടുള്ളത്. നമ്മൾ പേരൻ്റെ ഉള്ളത്തെ പണി നമുക്കൊരു 5-6 ദിവസം കൊണ്ട് തീർക്കുക. അല്ലാത്ത നമുക്ക് എക്സ്ട്രാ ഉള്ള പണികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു 10 ദിവസം കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ പണികളൊക്കെ കണ്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന് വെച്ചിട്ട് മെനക്കെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 4 ദിവസം കൊണ്ട് പണികളൊക്കെ തീർക്കുക. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ 3 ദിവസം കൊണ്ടൊക്കെ ഈ പറഞ്ഞ നനച്ചുൾ പണിയൊക്കെ തീർക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തിനപ്പം അങ്ങനെ ഇടങ്ങാറായിക്കാണ്ട് തീർക്കണം, നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഒരു 5-8 ദിവസം കൊണ്ട് തീർത്താൽ പോരെ. 2-3 ദിവസം കൊണ്ട് ഇടങ്ങാറായിക്കാണ്ട് എടുത്തുകാണ്ട് നമുക്ക് വെറുതെ നമ്മൾ തടി കേടെടുത്തണ്ടല്ലോ, നമ്മളെല്ലതും വേണമല്ലോ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചെയറൊക്കെ ഒന്ന് ഇതാ നല്ലോണം ഒന്ന് കഴുകിയെടുക്കേണ്ട. ആദ്യം അതിൻ്റെ ആ ചെയറിൻ്റെ ആ ഒരു വട്ടത്തിലുള്ള വെള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഊരാനും വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഊരിയിട്ട് നല്ലോണം ബ്രഷ് വെച്ചിട്ട് കഴുകി പിന്നെ അതൊക്കെ ഒരു തുണി വെച്ചിട്ടാണ് ഞാനിതാ കസാര മുഴുവനും കഴുകി എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ വോയിസ് എടുക്കുമ്പോൾ പല പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പകലാണ് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. അപ്പോൾ ഇനി ഏതായാലും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.